നമസ്കാരം, ഞാൻ ഡോക്ടർ രാംനാരായൺ, ഒരു ന്യൂറോ സർജനാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസ്റ്റോറേറ്റീവ് ന്യൂറോ സർജറി, അതായത് റെസ്റ്റോറിങ് ലോസ്റ്റ് നെർവസ് ഫങ്ഷൻസ്, നശിച്ചുപോയ അല്ലെങ്കിൽ പ്രവൃത്തിരഹിതമായ ഞരമ്പുകളെ ഓപ്പറേഷൻ മൂലം തിരിച്ചു കൊണ്ടുവരുന്ന സ്പെഷ്യാലിറ്റിയാണ് റെസ്റ്റോറേറ്റീവ് ന്യൂറോ സർജറി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് OCD എന്ന സൈക്കാട്രിക് അസുഖത്തെ പറ്റിയാണ്. OCD എന്ന് വെച്ചാൽ ഒരുപാട് പേർക്കറിയാം, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അതായത് ഒരു ചിന്ത ഉണ്ടാകും, ആ ചിന്ത ഉടനെ പ്രവൃത്തിയിലാക്കുന്ന ഒരു ഇതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പലരും പറയുന്നത് വെച്ചാൽ, എനിക്ക് ഒരുപാട് രോഗിയുണ്ട്. അതിൽ ഒരു രോഗി എന്ന് വെച്ചാൽ അയാൾ എപ്പോഴും പോയിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അയാളുടെ തോന്നലെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ എപ്പോഴും ജന്തുക്കൾ, ഈ ബാക്ടീരിയ ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൈ കഴുകാൻ പറഞ്ഞാൽ അയാൾ ഒരു 15, 20, 30 പ്രാവശ്യം ഒന്നിച്ച് കൈ കഴുകും. പിന്നെ ഒരു രോഗിയുണ്ട്, അയാളുടെ പേടിയെന്ന് വെച്ചാൽ അയാൾ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ അയാൾ ആ മുറിയിൽ എന്തോ വെച്ചിട്ട് മറന്നിട്ട് വന്നു എന്ന് പറയും. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അയാൾ എൻ്റെ മുറിക്കകത്ത് ഒരു 7-8 പ്രാവശ്യം തിരിച്ചു വന്നു. കൺസൾട്ടേഷൻ കഴിഞ്ഞ് എല്ലാം സംസാരിച്ചിട്ട് പുറത്ത് പോയി, പിന്നെയും തിരിച്ച് വരും. എന്ത് ചോദിച്ചാൽ ഞാനൊരു സാധനം ഇവിടെ വെച്ചിട്ട് പോയാൽ നോക്കാൻ വന്നു. ഇങ്ങനെ പിന്നെ ഒരു രോഗിയുണ്ട്, ഒരു പെൺകുട്ടി, അവൾക്ക് ദേഹം മുഴുക്ക വ്രണം എന്നാണ് അവളുടെ വിചാരം. അവൾ അതുകൊണ്ട് ഒരു ദിവസം 10, 20 പ്രാവശ്യമാണ് കുളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോയി കുളിച്ചിട്ട് വരും. അങ്ങനെയൊക്കെ ഇതാണ് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അത് നമുക്കെല്ലാവർക്കും, ചിലർക്കൊക്കെ ഉണ്ട്. ചിലപ്പം നമ്മൾ പറയാറുണ്ട്, ചിലർ വീട്ടിൽ പൂട്ടിങ്ങനെ വലിച്ചു നോക്കുന്നവർ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചിലർക്കത് അവരുടെ ദൈനംദിനം ഡേ ടു ഡേ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് അസുഖമായിട്ട് കണക്കാക്കുന്നത്. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ലോകത്ത് ഒരുപാട് കോമൺ ആണ്. പക്ഷേ അതിൽ 100-ൽ 30% ആൾക്കാർക്ക് വളരെ സീരിയസ് ആയിട്ട് അവരുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വരും. ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന് ഒരുപാട് മരുന്നുകളുണ്ട്. മരുന്ന് കൊണ്ട് ഒരുപാട് പേർക്ക് നല്ല ചികിത്സ, നല്ല നോർമൽ ജീവിതം ജീവിക്കാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 30% ആൾക്കാർക്ക് എന്ത് മരുന്ന് കഴിച്ചാലും, എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും, ചിലർക്ക് ഈ തലയിൽ ഷോക്ക് അടിക്കുന്നവരെ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ചെയ്താൽ പോലും അവർക്ക് ഒരു വ്യത്യാസം വരത്തില്ല. അവരുടെ ജീവിതം അവരുടെ കൂടെ ഫാമിലി, അല്ലെങ്കിൽ കൂടെ ഭാര്യയോ ഭർത്താവോ, അവർക്കൊക്കെ ഇവരുടെ ജീവിതം വളരെ കഷ്ടമാകും. അതുപോലെ ഇവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം 20 പ്രാവശ്യം കുളിക്കുന്ന ഒരാൾ ജോലിക്ക് എങ്ങനെയാണ് പോകുന്നത്? അപ്പം അവരുടെ ജീവിതം തന്നെ അങ്ങ് താളം തെറ്റും. അതാണ് ഈ അസുഖത്തിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഈ 30% ആൾക്കാർക്ക് നമുക്ക് സർജറി ചെയ്ത് ശരിയാക്കാൻ പറ്റും. അതായത് ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തലയിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന ഏരിയ ഉണ്ട്. ആ ഏരിയ ആണ് ഇതിനും കാരണം. അപ്പോൾ ഇവിടെ 2 ചെറിയ തലയിൽ ഹോൾ ഇട്ടിട്ട് 2 ഇലക്ട്രോഡ്, 2 വയർ വെച്ചിട്ട്, ഈ വയർ ഇവിടെ തന്നെ ഇതുവഴി ഇവിടെ നെഞ്ചിൻ്റെ അവിടെ ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഒബ്സസീവ് തോട്ട്സും വരത്തില്ല, കമ്പൽസീവ് ആക്ഷൻസും വരത്തില്ല. അതായത് ഒരു തോന്നലും വരത്തില്ല, ആ തോന്നൽ അതിനെ പ്രാവർത്തികമാക്കണം എന്നുള്ള ചിന്തയും വരത്തില്ല. അങ്ങനെ ഇവർക്ക് ഈ അസുഖത്തിൽ നിന്ന് ശരിയാക്കാൻ പറ്റും. ഇത് സിമ്പിൾ സർജറിയാണ്. ഇത് ഇന്ന് വലിയ തലയോട്ടിലെ വലിയ കട്ടിയോ അങ്ങനെ ഒന്നുമില്ല. ചെറിയ മൈക്രോ പിൻ ഹോൾ സർജറി എന്ന് പറയും. പിന്നെ ഇന്ന് സർജറി ചെയ്താൽ നാളെ വീട്ടിൽ പോകാം. എല്ലാം വളരെ സിമ്പിൾ സർജറീസാണ്. ആൻഡ് ഇതൊരു ഇൻ്റർനാഷണലി USA FDA എല്ലാം അപ്രൂവ്ഡ് സർജറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എക്സ്പെരിമെൻ്റലോ അങ്ങനെയൊന്നുമില്ല, ഇതൊരു ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് സർജറിയാണ്. സെലക്ട് ചെയ്ത പേഷ്യൻറ്റിനെ സർജറി ചെയ്യാറുള്ളൂ. സർജറി നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്താൽ ഇവർക്ക് അവരുടെ ജീവിതം തന്നെ നോർമലായിട്ട് മാറും. നമസ്കാരം.